രാഹുൽ മാങ്കൂട്ടം ഇന്നും UDFന്റെ MLA ആണ്. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ചില ആരോപണങ്ങൾ വന്നു, അതുകൊണ്ട് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസുകാരനല്ലാതായിട്ടില്ല, UDFകാരനല്ലാതായിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിനി സമയമധികം കളയണ്ട എന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് പാലക്കാടിന്റെ MP VK ശ്രീകണ്ഠൻ. അതോടെ അക്കാര്യത്തിലും ഒരു വ്യക്തത വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല. UDF സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടം പ്രചരണം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ VK ശ്രീകണ്ഠൻ പാലക്കാട്ടുകാരൻ എന്നുള്ള നിലയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. മാങ്കൂട്ടം വരും, എല്ലാ UDF സ്ഥാനാർത്ഥികൾക്കും അഭിവാദ്യം അർപ്പിക്കും, ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാങ്കൂട്ടം MLA കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ കിട്ടുമോ എന്ന് നോക്കി നടന്നവരാണ് മാധ്യമങ്ങൾ. അവർക്ക് ഒത്താശ പാടിക്കൊണ്ട് ഇവിടുത്തെ CPM-ഉം BJP-ക്കാരും അണിനിരന്നു. മുഖ്യമന്ത്രി നേരിട്ടിറങ്ങി. ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്റെ പോലീസ് സംവിധാനത്തെ കേരളം മുഴുവൻ വിന്യസിച്ചു. മാങ്കൂട്ടം MLA-യെ പൊക്കാൻ പറ്റുന്ന കേസുണ്ടോ എന്ന് നോക്കാൻ. ഏതെങ്കിലും ഒരു തെളിവും കൊണ്ടുവരാൻ പോലീസുകാരെ തലങ്കും വിലങ്ങും അയച്ചു. തെളിവ് പോയിട്ടൊരു പൂട പോലും പറിച്ചു കൊണ്ടുവരാൻ പോലീസ് ഏമാന്മാർക്ക് കഴിഞ്ഞില്ല. ഒരു സിനിമാ നടി എന്ന് സ്വയം വിളിക്കുന്ന ഒരാൾ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നാടകം കളിച്ചതല്ലാതെ ഒരു ചുക്കും കണ്ടുപിടിക്കാൻ ആർക്കുമായിട്ടില്ല. അതിനുശേഷം സാമൂഹ്യ പ്രവർത്തകനെന്നും മനുഷ്യ സ്നേഹി എന്നുമൊക്കെ പേരിലുള്ള കപടവേഷം ധരിച്ചവർ വന്ന്, മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് പോലുമില്ലാത്ത ആളുകൾ വന്ന് പരാതി കൊടുത്തു. പുതിയ മഹിളാ പ്രവർത്തകരെ ഇറക്കിയപ്പോൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി. ഒരു ചുക്കും നടന്നില്ല. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് വന്നാൽ ആ കാലുണ്ടാകില്ലെന്നും സ്വീകരണം നൽകുമെന്നുമൊക്കെ പറഞ്ഞു നടന്നു. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ വിഡ്ഢിയായ സരിനെ കൊണ്ടുവരെ അത് പറയിപ്പിച്ചു. അവസാനം 38-ാം ദിവസം പാലക്കാടിന്റെ തെരുവുകൾ കൈയടക്കി രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങി. അന്നുവരെ കൊല്ലും കൊത്തും എന്നൊക്കെ പറഞ്ഞവർ ഒരു കുഞ്ഞിനെ പോലും ആ ഭാഗത്തൊന്നും കണ്ടില്ല. ഔദ്യോഗിക പരിപാടിയിൽ വന്നാൽ പൊടി പോലും കാണില്ല എന്ന് പറഞ്ഞു നടന്നു. ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ നേരമില്ലാത്ത രീതിയിൽ ആ MLA അത്രയ്ക്കും തിരക്കിലാണിപ്പോൾ. BJP-യും CPM-ഉം ഓടി ഒളിച്ച വഴിക്ക് പുല്ല് മുളച്ചിട്ടില്ല. CPM മന്ത്രിമാർ തന്നെ വേദിയിൽ ഒപ്പമിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പുകഴ്ത്തിപ്പാടി. അതിനുശേഷം BJP-യുടെ ഒരു കൗൺസിലർ രാഹുലിനെ കണ്ടപ്പോൾ ഓടിപ്പോയെങ്കിലും നഗരസഭാ ചെയർപേഴ്സൺ തന്നെ രാഹുലിന്റെ കയ്യും പിടിച്ചു നടന്നു. ഇതിനപ്പുറം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വായിൽ മാധ്യമ പ്രവർത്തകർ കോലിട്ട് കുത്തിയത്. അവർക്കുള്ള ഉത്തരം ശ്രീകണ്ഠൻ MP നന്നായി കൊടുത്തു. അതോടെ മിണ്ടാട്ടമില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പാലക്കാട് MLA അതല്ല ഉദ്ദേശിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഇന്ന് പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തു നിന്നും അദ്ദേഹം പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം UDFന്റെ MLA ആണ് ഇന്നും. എന്താണ് നടപടി? ആ നടപടി എന്തെന്നറിയാതെ ചില പത്രമാധ്യമ സുഹൃത്തുക്കൾ രാഹുലിന്റെ പിന്നാലെ ഓടുകയാണ്. എന്തിനാണ് ഈ ഓട്ടം? അദ്ദേഹം UDFന്റെ MLA ആണ്. താൽക്കാലികമായ നടപടിയാണ് സസ്പെൻഷൻ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു നിശ്ചിത കാലയളവിൽ പാർട്ടിയുടെ നടപടിയാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തിന് UDFന്റെ MLA ആണ്. അദ്ദേഹത്തെ അതെ ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ, പുറത്താക്കാന്ന് പറഞ്ഞാൽ അവരുമായിട്ട് ഒരിക്കലും കോൺഗ്രസിന്റെ പ്രവർത്തകർ ബന്ധപ്പെടില്ല. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. പക്ഷെ സസ്പെൻഷനിലായ ഒരു വ്യക്തിയെ ഔദ്യോഗിക പരിപാടിയിൽ ഒന്നും പങ്കെടുപ്പിക്കുന്നില്ല. ഞങ്ങളിവിടെ എത്ര ചർച്ച നടത്തി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഏതെല്ലാം ചർച്ച നടത്തി. അദ്ദേഹമായിട്ട് യാതൊരു തരത്തിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചില്ല. ഇല്ല, ഞാൻ പറയാം, അത് പറയാം. അതായത് സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥികളാണ്. MLA-ക്ക് സസ്പെൻഷനിലായ MLA-ക്ക് വന്ന് അഭിവാദ്യം അർപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. CPM-ന്റെ മുന്നേ MLA വന്ന് അഭിവാദ്യം അർപ്പിച്ച ഒരു സ്ഥലത്ത് അയാൾ അറിയാതെ വന്നിട്ടാണ് തോന്നുന്നു. അത് ഞങ്ങൾ വേണ്ട പറഞ്ഞിട്ടില്ല. മറ്റേതെങ്കിലും പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്താൽ പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അത് സ്വീകരിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നടക്കുമ്പോൾ എന്തിനാ ചില കോണുകളിൽ അസ്വസ്ഥതയുള്ളത്?
എന്താ കാര്യം? അദ്ദേഹത്തിനെതിരെ നിയമപരമായ വല്ല നടപടിയും ഈ സമൂഹത്തിലുണ്ടോ? നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകർ നീതിയും നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരും അങ്ങനെയാണ്. നിയമത്തിന്റെ മുമ്പിൽ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖ കാണിക്കാൻ പറ്റുമോ? അല്ല, അത് രാഹുലിന്റെ വ്യക്തിപരമായ കാര്യം. അദ്ദേഹം നിഷേധിക്കാം, അദ്ദേഹത്തിന് നിഷേധിക്കാതിരിക്കാം. എന്റെ സ്വഭാവമായിരിക്കില്ല തങ്കപ്പന്റെ സ്വഭാവം, തങ്കപ്പന്റെ സ്വഭാവമാവില്ല സി ചന്ദ്രന്റെ സ്വഭാവം. എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പിന്നാലെ ഇറങ്ങുന്ന സ്വഭാവം പലർക്കും ഉണ്ടാകില്ല. അപ്പൊ പല രീതിയിലും അങ്ങനെ ചർച്ച വന്നുകൊണ്ടും സമൂഹത്തിൽ അത്തരത്തിലൊരു വിവാദം വന്നതുകൊണ്ടും പാർട്ടി എന്ത് ചെയ്തു? പാർട്ടി അന്വേഷണ വിധേയമായി ഈ കാര്യങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയട്ടെ, മുഴുവൻ രാഹുലിന്റെ കാര്യങ്ങൾ വ്യക്തിപരമായ നോക്കൽ നമ്മുടെ ജോലിയല്ല. പാർട്ടിപരമായിട്ട് ഞാൻ പറയുന്നു, UDFന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രാഹുൽ പ്രചരണം നടത്തുന്നതിൽ യാതൊരു തെറ്റും പറയാൻ പറ്റില്ല. അദ്ദേഹം UDFന്റെ MLA ആണ്. അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. UDF അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള പാർട്ടി പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കരുന്ന. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ സ്ഥാനാർത്ഥികളെ ഷോളിട്ടു, സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നത് പോയി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം പാലക്കാട് നഗരസഭയിൽ പോയി നോക്കുക, അവിടെ സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്. BJPയുടെ RSSന്റെ നേതാക്കന്മാരാവാം, CPMന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അവിടെ ആർക്ക് വേണേ വരാലോ. ഇപ്പൊ അവിടെ MLA പോയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ നാമനിർദ്ദേശം കൊടുക്കുന്ന സ്ഥലത്ത് MLA പോയി? എന്തൊരു ആരോപണം അത്! വിചിത്രമായ കാര്യങ്ങളാണ്. നിങ്ങൾ അതിനുവേണ്ടി സമയം കളയണ്ട. ഇവിടെ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗവൺമെന്റിനെതിരായിട്ടാണ്. ഈ പാലക്കാട്ട് വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം. കാരണം സമൂഹത്തിൽ അടുത്ത ജനറേഷൻ നല്ല സമത്വ സുന്ദരമായി ജീവിക്കണം, സുരക്ഷിതമായി ജീവിക്കണം. അതിന് വലിയ വെല്ലുവിളി നേരിട്ടുള്ള കാലമാണ്. അതുകൊണ്ട് ഐക്യജനാധിപത്യം കൊണ്ട് ഉയർത്തുന്നത് അഴിമതിക്കും ദുർഭരണത്തിനുമെതിരാണ്. അത് സ്റ്റേറ്റിലും ഈ നഗരസഭയിലും അതുപോലെയാണ്. ഇതിനുവേണ്ടി ഒരു വർഗീയ ശക്തികളുമായിട്ട് ഞങ്ങൾ കൂട്ടുകൂടില്ല. നമ്മുടെ ജനാധിപത്യ മതേതര സംവിധാനം, അത് ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കുക.